ബീഹാറിലെ വോട്ടർ പട്ടികയിലെ സൂക്ഷ്മ പരിശോധന രാജ്യമാകെ കൊടുമ്പിരി കൊണ്ട ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വക്കോളം എത്തി നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൃതിപ്പെട്ട് SIR നടപ്പാക്കാൻ തീരുമാനിച്ചത്. വെറും 3 മാസത്തെ സമയപരിധിക്കുള്ളിൽ 7.9 കോടി വോട്ടർമാർ അവരുടെ എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കണം. വോട്ടർ ID കാർഡ് യോഗ്യതയുടെ തെളിവായി പരിഗണിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശവും തള്ളി 2002-2003 കാലഘട്ടത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി SIR നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. എന്നാൽ 2002-2003 കാലഘട്ടത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സിനും ECI ഉദ്യോഗസ്ഥർക്കും പറയാനുള്ളത് മറ്റു ചില വസ്തുതകളാണ്. അന്നത്തെ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് തരുന്നത്. 2002-2003 കാലയളവിൽ 7 സംസ്ഥാനങ്ങളിലായിരുന്നു സൂക്ഷ്മ പരിശോധന നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് ഈ 7 സംസ്ഥാനങ്ങളിലും നടപടി പൂർത്തിയാക്കാൻ 8 മാസത്തോളം സമയം കമ്മീഷൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബീഹാറിൽ മാത്രമായി 7 കോടിയിലധികം ജനങ്ങളുടെ വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധന നടത്താൻ വെറും 3 മാസം മാത്രം മതിയെന്നാണ് കമ്മീഷന്റെ വാദം. അന്നത്തെ പരിശോധനയിൽ ഇലക്ഷൻ വോട്ടർ ID കാർഡ് മാത്രമാണ് പ്രധാന രേഖയായി പരിഗണിച്ചിരുന്നത്. പൗരത്വം തെളിയിക്കുന്ന രേഖകളൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വീടുകൾ തോറും ചെന്ന് ഇലക്ഷൻ ID കാർഡുകൾ പരിശോധിച്ച് മാത്രമാണ് നടപടി പൂർത്തിയാക്കിയത്. പക്ഷെ ഇപ്പോൾ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. 2003 ശേഷം പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വോട്ടവകാശം ലഭിക്കണമെങ്കിൽ തങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങി 11 രേഖകളും ഒപ്പം മാതാപിതാക്കളുടെയും ജനനരേഖകളോ ജനനസ്ഥല തെളിവുകളോ നൽകണം. അന്നത്തെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 2003 ലിസ്റ്റിൽ ഉൾപ്പെട്ട 4.96 കോടി വോട്ടർമാർക്ക് നടപടി വളരെ സ്വീകാര്യവും ലളിതവുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് നടപടി പൂർത്തിയാക്കാൻ കമ്മീഷൻ അനുവദിച്ചു തന്നിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഭൂരിഭാഗം ജനങ്ങളും നിരക്ഷരരാണെന്ന് കാണാൻ കഴിയും. മേൽപ്പറഞ്ഞ രേഖകളൊക്കെ സമർപ്പിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വോട്ടവകാശം നേടിയെടുക്കുക എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. 2002-2003 കാലഘട്ടത്തിൽ നടപടി പൂർത്തിയാക്കാൻ 243 ദിവസം വേണ്ടി വന്നിരുന്നു. തയ്യാറെടുപ്പുകൾക്കും സർവേക്കുമായി 74 ദിവസങ്ങളാണ് വേണ്ടി വന്നത്. വീട് തോറുമുള്ള പരിശോധനയ്ക്ക് 31 ദിവസം, പരാതികളും അപേക്ഷകളും സ്വീകരിക്കാൻ 15 ദിവസം, സകല പരിശോധനകൾക്ക് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ 61 ദിവസവും അന്ന് വേണ്ടി വന്നിരുന്നു. പക്ഷേ ബീഹാറിൽ ഇപ്പോൾ SIR ഇതെല്ലാം 97 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് കമ്മീഷന്റെ അറിയിപ്പ്. 2003 SIR നടത്തിയതനുസരിച്ച് പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർ സ്വതവേ ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെട്ടിരുന്നു. അന്നത്തെ നിർദ്ദേശങ്ങളിൽ പൗരത്വരേഖ വേണ്ടിയിരുന്നില്ല. പകരം ഉദ്യോഗസ്ഥർ ചോദിച്ചത് പ്രായവും സ്ഥിരതാമസവും മാത്രമായിരുന്നു. ഇലക്ഷൻ ID കാർഡ് തന്നെയായിരുന്നു അന്ന് നടത്തിയ പരിശോധനയിൽ മുഖ്യ തെളിവായി പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ ID കാർഡ് തെളിവായി സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ കാരണം അത് മുൻപത്തെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതിനാൽ ആണെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാദം. 2003 മുതൽ നഗരവൽക്കരണം, കുടിയേറ്റം, തൊഴിലിനും പഠനത്തിനും വേണ്ടിയുണ്ടായ സ്ഥലമാറ്റങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ മാറ്റം വന്നിട്ടുള്ളതിനാൽ SIR അനിവാര്യമാണെന്ന് കമ്മീഷൻ പറയുന്നു. പക്ഷേ ഒറ്റവാക്കിൽ പറഞ്ഞാൽ 2002-2003 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കൂടുതൽ കടുപ്പമുള്ള രീതികളാണ് കമ്മീഷൻ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. 65 ലക്ഷത്തോളം ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുക മാത്രമല്ല, തങ്ങളുടെ അധികാരത്തിൽ കവിഞ്ഞ് പൗരത്വം വരെ ആരായുന്ന നിലയിലേക്കാണ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്.